2026 മാർച്ച് മാസത്തെ ജ്യോതിഷഫലങ്ങളാണ് ഞാനിവിടെ വിവരിക്കുന്നത്. മകരക്കൂറിൽ ജനിച്ച ആൾക്കാരുടേതാണ്. ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗവും തിരുവോണം നക്ഷത്രവും അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യ പാതി ഭാഗവും ചേർന്നതാണ് മകരക്കൂർ എന്ന് പറയുന്നത്. പല രീതിയിലും ധനസമൃദ്ധി ഉണ്ടാകാം. അത് ശ്രമിച്ചു കഴിഞ്ഞാൽ പല രീതിയിലും ധനനേട്ടം ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ നാൽക്കാലികളെ വളർത്തി വ്യാപാരം ചെയ്യുന്നവർക്ക് വളരെ ലാഭം കിട്ടുന്ന ഒരു സമയമാണ്. അതുപോലെ പാൽ കച്ചവടക്കാർ, ക്ഷീര കർഷകർക്കെല്ലാം വളരെ ഗുണമുള്ള സമയമാണ്. മീൻ വ്യാപാരികൾക്കും ധാരാളം ധനം ലഭിക്കുന്നതിന് സാധ്യത കാണുന്നുണ്ട്. അതുപോലെ മീൻ കയറ്റുമതി ചെയ്യുന്നവർക്കും വളരെയധികം ഗുണം കിട്ടുന്ന ഒരു സമയമാണ്. ഇറച്ചി, മീനൊക്കെ കയറ്റുമതി ചെയ്യുന്ന വ്യാപാരികൾക്ക് വളരെയധികം ഗുണം കിട്ടും. അതുപോലെ സന്താന ഭാഗ്യം ലഭിക്കാം. ഏറെ നാളായി സന്താനത്തിന് ആഗ്രഹിക്കുന്ന ദമ്പതിമാർക്ക് അവർക്ക് സന്താനം ഭാഗ്യം ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ വിവാഹം കഴിക്കാൻ ആശ്രമിക്കുന്നവർ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറ്റിയ ജോഡിയെ കണ്ടുപിടിച്ച് വിവാഹ നിശ്ചയമോ വിവാഹമോ നടത്താൻ സാധിക്കും. അതുപോലെ വീട് പുതിയതായിട്ട് നിർമ്മിച്ച് അതിൽ താമസിക്കുവാനോ അല്ലെങ്കിൽ വിലയ്ക്ക് വാങ്ങുവാനോ റെഡിമെയ്ഡായി ഫ്ലാറ്റോ അപ്പാർട്ട്മെൻറ്റൊക്കെ വാങ്ങുവാനോ സാധിക്കും. എന്തായിരുന്നാലും ഗൃഹപ്രവേശനം നടത്തി താമസിക്കാൻ ഒരു ഭാഗ്യം കാണുന്നുണ്ട്. അതുപോലെ തോട്ട നാണ്യ വിളകളിൽ നിന്നും വളരെയധികം ലാഭം കർഷകർക്കും വ്യാപാരികൾക്കും പ്രതീക്ഷിക്കാം. അതുപോലെ സ്വർണം, വെള്ളി മുതലായ ലോഹങ്ങൾ സമ്മാനമായി ലഭിക്കുന്നതിനും മകരക്കൂറുകാർക്ക് സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ചിലർക്ക് അവാർഡുകൾ ലഭിക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. അത് കർഷക അവാർഡായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും രീതിയിൽ വ്യവസായ അവാർഡ് ലഭിക്കാനും സാധ്യതയുണ്ട്. കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തടസ്സമില്ലാതെ പോകുന്ന ഒരു സമയമാണിത് മകരക്കൂറുകാർക്ക്. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, ആരോഗ്യത്തിനും പ്രശ്നങ്ങളൊന്നുമില്ല. ദൈവാധീനമുള്ള മാസമാണ് മാർച്ച് മാസം മകരക്കൂറുകാർക്ക്. അതുപോലെ ശത്രുനാശമുണ്ടാകും. ചില ഗ്രഹങ്ങൾ മോശം രാശികളിലായതിനാൽ മോശഫലങ്ങൾ ലഭിക്കുന്നതിനുള്ള സാധ്യതയും കൂടി കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് വിദ്യാ തടസ്സം പല രീതിയിലും വരാം. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. അതുപോലെ കുടുംബ കലഹം ഉണ്ടാവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അശ്രദ്ധ കാണിച്ചാൽ ധാരാളം ധനവും നഷ്ടം വരാൻ സാധ്യതയുണ്ട്. ഒരു കാരണവശാലും വാക്ക് തർക്കത്തിന് പോകരുത്. നിങ്ങളുടെ പക്ഷം ശരിയാണെങ്കിൽ തന്നെയും നിങ്ങൾ തർക്കിക്കരുത്. തർക്കിച്ചു കഴിഞ്ഞാൽ വലിയ വഴക്കുണ്ടാകും. വിലപിടിപ്പുള്ള അവയെല്ലാം വളരെ സൂക്ഷിച്ച് ലോക്കറിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സുരക്ഷിതമായ സ്ഥലത്ത് വയ്ക്കുക. കാരണം ഒരു മോഷണം നിങ്ങളുടെ വീട്ടിൽ നടക്കുവാൻ അല്ലെങ്കിൽ ഓഫീസിൽ നടക്കുവാൻ സാധ്യതയുണ്ട്. ചില അപകടങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ ദുർജനങ്ങളുമായിട്ട് ഈ സമയം യാതൊരു തരത്തിലും ഒരു കൂടരുത്. ഇനി ഈ മകരക്കൂറിൽ വരുന്ന 3 നക്ഷത്രങ്ങളെയും വയസ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് തരംതിരിച്ച് പറയുന്നത്. ഉത്രാട നക്ഷത്രക്കാർക്കുള്ളതാണ്. 10 വയസ്സ് വരെയുള്ള ഉത്രാട നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ പല രീതിയിലും ധനവും വസ്തുവകകളും വരേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. അത് ഈ കുട്ടിയുടെ അച്ഛനമ്മമാർക്ക് അവരുടെ പിതൃസ്വത്ത്, അതായത് കുടുംബസ്വത്ത് വീതം വെച്ച് അവർക്ക് പണമോ വസ്തുവോ വീടോ ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. മാത്രമല്ല പുതിയ വീട്ടിൽ താമസിക്കുന്നതിനും ഒരു ഭാഗ്യമുണ്ട്. ഈ കുട്ടിക്ക് ആസ്മ, ശ്വാസം മുട്ടൽ പോലുള്ള ചില അസുഖങ്ങൾ വരുന്നതിന് ഈ കുട്ടിക്ക് ഈ ഉത്രാട നക്ഷത്രക്കാരിലെ ഈ സമയത്ത് ഉണ്ട്. 10 വയസ്സ് മുതൽ 17 വയസ്സ് വരെ ഉള്ളവർക്ക് ചെറിയ സർജറി വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ചില രോഗങ്ങൾക്ക് വരാം. ചെയ്യാത്ത തെറ്റുകൾക്ക് പഴി കേൾക്കേണ്ടതായിട്ട് വരാം. ഈ സമയം കൂട്ടുകെട്ടുകൾ മോശമാണെങ്കിൽ പോലീസ് പരാതി, കോടതി കേസുകളൊക്കെ ഉണ്ടാകാനൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ മാനസിക പിരിമുറുക്കവും ഉണ്ടാകാം. 17 വയസ്സ് മുതൽ 35 വയസ്സ് വരെ ഉള്ളവർക്ക് ധനനാശം കാണുന്നു. അതിനാൽ ഒരു സാമ്പത്തിക അച്ചടക്കം പാലിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് ഈ സമയം. പല രീതിയിലുള്ള ധൂർത്തുകൾ വരും, അതെല്ലാം നിയന്ത്രിക്കുക. അതുപോലെ പല ആപത്തുകളും ഉണ്ടാകാനൊരു സാധ്യത കാണുന്നുണ്ട്. മാനസിക സംഘർഷം ഇനി അഥവാ ഉണ്ടാകുകയാണെങ്കിൽ തന്നെ ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ടോ സ്വയം നിങ്ങൾ തീരുമാനമെടുത്തിട്ടോ യാതൊരു തരത്തിലും മദ്യത്തിനും മയക്കുമരുന്നും ഉപയോഗിക്കരുത്. അതിന് അടിമയാകുകയും ചെയ്യരുത്. 35 വയസ്സ് മുതൽ 51 വയസ്സ് വരെ ഉള്ളവർക്ക് അച്ചടക്ക ജീവിതം, അതായത് സാമ്പത്തികമായി അച്ചടക്കവും അല്ലാണ്ട് സ്വഭാവത്തിലും അച്ചടക്കം പാലിച്ചവർക്ക് വളരെ സന്തോഷിക്കേണ്ട ഒരു കാലഘട്ടമാണ് 35 വയസ്സ് മുതൽ 51 വയസ്സ് വരെയുള്ള സമയം. അവർക്ക് കഷ്ടപ്പാടുകളും ദുഃഖങ്ങളൊന്നും ഉണ്ടാവില്ല. അവർക്ക് ബുദ്ധി നേരെയാകും. അതായത് ആലോചിച്ച് തീരുമാനമെടുക്കേണ്ട ഒരു പക്വതയും അവർക്ക് വരും. 51 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഉള്ളവർക്ക് സൂക്ഷിച്ചില്ലെങ്കിൽ ഒരു അപമാനം വരേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ മാനഹാനി സംബന്ധിച്ച് ഉണ്ടാകേണ്ട യാതൊരുവിധ ഇടപാടുകളിലും പെടാണ്ടിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ
തന്നെ അങ്ങനെ ഇടപെടുകയാണെങ്കിൽ തന്നെ അവിടെ പോലീസ് കേസ്, കോടതി നടപടികൾ ഉണ്ടാകാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. ഈ സമയം ദമ്പതിമാരിൽ ആരെങ്കിലും ഒരാൾ ജോലി സംബന്ധമായിട്ടോ അല്ലാതെയോ വളരെ അകന്നു പോകുന്നതിനോ അല്ലെങ്കിൽ മരണപ്പെടുന്നതിനോ ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പല രീതിയിലും പല മാനസികമായിട്ട് ഇത് ആകാശക്കോട്ട എന്ന് പറയുക, ഇത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിച്ചു വെച്ചത് നടക്കാത്തൊരു സന്ദർഭം ചിലപ്പോൾ വന്നേക്കാം. അന്യദേശത്തേക്ക് പോകുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. 70 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മിക്കവാറും നടന്നു കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. ചില രോഗങ്ങളുണ്ടെങ്കിൽ തന്നെയും വളരെ നല്ല രീതിയിൽ അവർക്ക് ധനവും ധാന്യവും ശരീരസുഖവും എല്ലാം അവർക്ക് ലഭിച്ച് മുന്നോട്ട് പോകുന്നു. ഭക്ഷ്യവിഷബാധ ഏൽക്കാണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണിത്. തിരുവോണം നക്ഷത്രക്കാരുടെയാണ് അടുത്ത് പറയുന്നത്. 8 വയസ്സ് വരെയുള്ള തിരുവോണം നക്ഷത്രക്കാർക്ക് ചെറിയ രീതിയിലുള്ള ഒരു സർജറി വേണ്ടി വന്നേക്കാം. അത് ചില രോഗങ്ങൾ ശല്യപ്പെടുത്തുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. ശ്വാസം മുട്ടൽ, അലർജി, കഫത്തിൻ്റെ ഉപദ്രവം എന്നിവ ഉണ്ടാകുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ രക്തത്തിൽ അണുബാധ മൂലം ന്യൂമോണിയ പോലുള്ള അസുഖങ്ങൾ വരുന്നതിനും ഒരു സാധ്യതയുണ്ട്. അച്ഛനും അമ്മയും തമ്മിൽ വഴക്ക് കൂടുന്നതിന് അല്ലെങ്കിൽ പിണങ്ങി മാറി താമസിക്കുന്നതിനും ഒരു സാധ്യതയുണ്ട്. ഈ സമയം അഗ്നിയിൽ നിന്നോ വൈദ്യുതിയിൽ നിന്നോ പൊള്ളലേൽക്കേണ്ട ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടെയെല്ലാം രക്ഷകർത്താക്കൾ ഈ കുട്ടിയെ സൂക്ഷിക്കുക. 8 വയസ്സ് മുതൽ 26 വയസ്സ് വരെ ഉള്ളവർക്ക് ധർമ്മകാര്യങ്ങൾക്ക് മുടക്കം വരാം. ദൈവികമായ പ്രാർത്ഥനകൾക്കും പൂജകൾക്കും ഉപാസന ഉണ്ടെങ്കിൽ അതിനെല്ലാം മുടക്കം വരാം. അതൊന്നും മുടക്കം വരാണ്ട് പോകണയായിരിക്കും നല്ലത്. ബന്ധുക്കൾക്കും തനിക്കും ആപത്തുകൾ വരുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. മാത്രമല്ല ദൂര യാത്ര ചെയ്യുന്നതിനും ഇത് കാണുന്നുണ്ട്. എല്ലാവരുമായി കലഹം വരാണ്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലീസ് കേസ്, പരാതികൾ എന്നിവ ഉണ്ടാകേണ്ട ഒരു സാധ്യതയുണ്ട്. കാരണം വീട്ടിലുള്ളവർക്ക് അതിര് തർക്കം അല്ലെങ്കിൽ മറ്റുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾക്കുള്ള തർക്കങ്ങളൊന്നും വരാണ്ട് ഈ കൊച്ചിൻ്റെ വീട്ടുകാർ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അതുമൂലം പോലീസ് കേസ്, പരാതികൾ വരുമ്പോൾ ഈ കുട്ടിയും കൂടി അതിൽ ഇടപെടേണ്ട ഒരു സാഹചര്യം വരാം. അതുപോലെ 26 വയസ്സ് മുതൽ 42 വയസ്സ് വരെ ഉള്ളവർക്ക് അനുഭവിച്ച എല്ലാ കഷ്ടപ്പാടുകൾക്കും ദുരിതങ്ങൾക്കും എല്ലാം ഒരു പരിഹാരം ലഭിച്ചുകൊണ്ട് അവർക്ക് വളരെയധികം ഗുണം കിട്ടുന്നു. അതുപോലെ വിവാഹം നടക്കാം. നല്ല സ്വഭാവമുള്ള ഒരു ജോഡിയെ കണ്ടുപിടിക്കുകയും അവരെ ഭാര്യയായിട്ടോ ഭർത്താവായിട്ടോ സ്വീകരിക്കാൻ സാധിക്കും. അതുപോലെ ആരോഗ്യം നല്ല രീതിയിൽ പോകുന്ന ഒരു സമയമാണ്. ശത്രുക്കൾ ശല്യം ചെയ്യുന്നത് കുറച്ചു വയ്ക്കാം. സന്താന ഭാഗ്യം ഉണ്ടാകേണ്ട ഒരു സമയവും കൂടിയാണ്. 42 വയസ്സ് മുതൽ 61 വയസ്സ് വരെ ഉള്ളവർക്ക് ചില അപവാദങ്ങൾ അസൂയുള്ള ആൾക്കാർ പറഞ്ഞു വരുത്തുന്നതിനും അതുമൂലം ചില പോലീസ് അന്വേഷണങ്ങൾ ഉണ്ടാകുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. ആരും സഹായത്തിനില്ലാത്തൊരവസ്ഥ വരുമെന്ന് തോന്നുമെങ്കിലും സഹായിക്കാനൊക്കെ ആൾക്കാർ വരാം. അതുപോലെ മിത്രങ്ങളെ ശത്രുക്കളാക്കരുത്. ധനം വരവിനെ കോട്ടം തട്ടാം. ധാന്യങ്ങൾക്ക് കുറവ് വരുന്നതിന് ഒരു സാധ്യതയുണ്ട്. ധനത്തിനും ധാന്യങ്ങൾക്കൊക്കെ കുറച്ച് കുറവ് വരുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ദമ്പതിമാരിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെടുന്നതിനോ അല്ലെങ്കിൽ വേർപിരിഞ്ഞ് താമസിക്കുന്നതിനോ ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. വാദം എന്നൊരു രോഗം വരുന്നതിനുള്ളൊരു സാധ്യതയും കൂടി കാണുന്നുണ്ട്. അതുപോലെ 61 വയസ്സ് മുതൽ 78 വയസ്സ് വരെയുള്ളവർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച എല്ലാ ദുരിതങ്ങൾക്കും ദുഃഖങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും പരിഹാസങ്ങൾക്കും എല്ലാം പരിഹാരമായി അവർക്കൊരു നല്ല കാലം ഈ സമയം 61 വയസ്സ് മുതൽ 78 വയസ്സ് വരെ അവർക്ക് ലഭിക്കുന്നു. ധനങ്ങളും ധാന്യങ്ങളും മനസ്സമാധാനവും നല്ല ആരോഗ്യവും മറ്റുള്ള ഐശ്വര്യങ്ങളെല്ലാം കൊണ്ട് അവർക്ക് സുഖം ലഭിക്കുന്നു. അതുപോലെ തന്നെ ചെറിയ രോഗങ്ങളുണ്ടെങ്കിലും അതൊക്കെ തക്കതായ ചികിത്സ ലഭിക്കുന്നതിനാൽ അവർക്ക് യാതൊരു വിധത്തിലും ഒരു പ്രശ്നം വരുന്നില്ല. അടുത്ത അവിട്ട നക്ഷത്രക്കാരുടെയാണ് പറയുന്നത്. 18 വയസ്സ് വരെയുള്ള അവിട്ട നക്ഷത്രക്കാർക്ക് ബന്ധുജനങ്ങളിൽ ആരെങ്കിലും, കാരണം ഈ വീട്ടുകാരെ, ഈ കുട്ടിയുടെ വീട്ടുകാരെയും കുട്ടിയെ സഹായിച്ചുകൊണ്ടിരുന്ന ഒരു ഉറ്റ ബന്ധു ഏതിനും കൂടി നിന്നിരുന്ന ആ ബന്ധു മരണപ്പെടാനോ അല്ലെങ്കിൽ അദ്ദേഹം വളരെ വിദൂരത്തിലേക്ക് പോകുന്നതിനോ ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഏതിനെയും ഒരു ഭയം വരുന്ന ഒരു സമയമാണ്. നാട്ടിൽ നിന്നും അന്യദേശത്തേക്ക് താമസം മാറുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. 18 വയസ്സ് മുതൽ 34 വയസ്സ് വരെ ഉള്ളവർക്ക് ഉയർന്ന വിദ്യാഭ്യാസം, അവർ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ഗുണനിലവാരമുള്ള ഉയർന്ന വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കുന്നതിന് സാധിക്കുന്നു. അതുപോലെ തന്നെ നല്ല വിദ്യാഭ്യാസം ലഭിച്ചതിനാൽ അവർക്ക് പ്രതീക്ഷിച്ചതിലും കൂടുതൽ നല്ല പദവിയുള്ളൊരു ജോലി ലഭിക്കുന്നതിനും അവർക്ക് സാധ്യതയുണ്ട്.
അങ്ങനെ അവർക്ക് ജീവിതത്തിൻ്റെ ആ ശൈലി തന്നെ മാറുന്നതിനും അന്തസ്സും ഉള്ള ഒരു ജീവിതം അവർക്ക് കെട്ടിപ്പടുക്കുന്നതിന് സാധിക്കുന്നു. നല്ല ഇണയെ കണ്ടുപിടിച്ച് വിവാഹം കഴിക്കുന്നതിനും സന്താനഭാഗ്യം ഉണ്ടാകുന്നതിനും ഇതെല്ലാത്തിനുപരി അവർക്ക് ഏറ്റവും അനുയോജ്യമായ നല്ല മിത്രങ്ങൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു സമയവും കൂടിയാണ്. 34 വയസ്സ് മുതൽ 53 വയസ്സ് വരെ ഉള്ളവർക്ക് ചില അസൂയാലുക്കളുള്ള ആൾക്കാർ നിങ്ങളെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞ് പരത്തുകയും അത് പോലീസിൽ കള്ളപ്പരാതി കൊടുക്കുകയും നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലീസ് പരാതിയും കോടതി നടപടികളൊക്കെ കൊണ്ട് വെറുതെ ചുമ്മാ ആവശ്യമില്ലാതെ കള്ള കേസുകളിൽ നിങ്ങളെ വലിച്ചഴിക്കാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇണയുടെ ദമ്പതിമാരിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെടുവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു ദുഃഖവും നിങ്ങൾക്ക് ഉണ്ടാകാം. ഇതുമൂലം നിങ്ങൾ അന്യദേശത്തേക്ക് പോയി വസിക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. 53 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഉള്ളവർക്ക് മുൻകാലങ്ങളിലെ ഉള്ള കുറച്ച് ദുഃഖങ്ങളൊക്കെ ഉണ്ടായാലും അതെല്ലാം മാറി ലഭിക്കുന്നു. അവർക്ക് മനസ്സമാധാനവും സന്തോഷവും എല്ലാം ലഭിക്കുന്നു. ബുദ്ധി നേരെഗതിയിലാവുന്നു. ചിന്തിച്ചോരോ കാര്യങ്ങൾ തീരുമാനിക്കാൻ സാധിക്കുന്നു. അതുപോലെ ഡിപ്രഷനുള്ളവർക്കാണെങ്കിൽ ആ മനോവിചാരങ്ങളെല്ലാം അവർക്ക് കുറവ് വരുന്നു, ഭേദമാകുന്നു. 70 വയസ്സിന് മുകളിലോട്ട് ഉള്ളവർക്ക് പുത്രനും പുത്രിക്കും അതായത് പേരക്കുട്ടികൾക്കൊക്കെ ഒരു ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടാകാമെന്നല്ലാണ്ട് വേറെ ഒന്നും കാണുന്നില്ല. അതുപോലെ ഇവർ ഈ ധനം നിക്ഷേപിച്ചിരിക്കുന്നത് വയസ്സായ കാലത്ത് ഈ ധനം നിക്ഷേപിച്ചിരിക്കുന്ന മാർഗങ്ങൾ ഈ സമയം അവരെ ധനകാര്യത്തിൽ ഏത് വയസ്സായ കാലത്ത് ഉപയോഗിക്കാൻ വേണ്ടി വച്ചിരുന്ന ധനം അതായത് ഫിക്സഡ് ഡിപ്പോസിറ്റ് പോലെ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് പോലെയൊക്കെ ഉള്ള നിക്ഷേപങ്ങൾ ഗുണനിലവാരമുള്ള സാമ്പത്തിക സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ ആ ധനം തിരിച്ചു കിട്ടുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. നല്ല സ്ഥാപനമാണെങ്കിൽ അവർക്ക് കുഴപ്പമില്ലാതെ തിരിച്ച് ആ നിക്ഷേപങ്ങൾ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ അവർക്ക് 77 വയസ്സിന് മുകളിലോട്ടുള്ള ആൾക്കാർക്ക് ബന്ധുക്കളെല്ലാം കൂടി ഒത്തുചേരും. എല്ലാവരും കൂടി ഒത്തുചേർന്നിട്ട് അവർക്ക് പുറന്നാൾ പൂജകളും മറ്റുള്ള ആശംസകളും എല്ലാവരും കൂടി പാർട്ടിയും ഇതും ആഘോഷങ്ങളൊക്കെ നടത്തി അവർക്ക് എല്ലാ ഐശ്വര്യങ്ങളും അവർക്ക് ലഭിക്കുന്നു. ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ ഫലങ്ങൾക്ക് ജാതക പരിശോധന കൂടി അത്യാവശ്യമായിട്ട് വരുന്നു. നിങ്ങൾക്കുള്ള മുഹൂർത്തപരമായോ വാസ്തുപരമായോ പൂജപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ വാട്സപ്പിലോ ഫോണിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വരുന്ന മാർച്ച് മാസത്തിൽ സകലവിധ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.